ഹായ് എവരിവൺ, 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായിട്ടുള്ള ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ശ്രീകാന്ത് ബൊല്ലയുടെ ഒരു സ്പീച്ച് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ, അതിന് സാധ്യതയുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ്? വൈ ഡസ് ശ്രീകാന്ത് സേ ദാറ്റ് ഹിസ് പാരന്റ്സ് വർ ദി റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദി വേൾഡ്? ലോകത്തിലെ ഏറ്റവും ധനികരായ ദമ്പതികൾ തന്റെ മാതാപിതാക്കളാണെന്ന് ശ്രീകാന്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ ഉത്തരം? ശ്രീകാന്ത് സേസ് ഹിസ് പാരന്റ്സ് വർ ദി റിച്ചസ്റ്റ് ബിക്കോസ് ദേ ലവ്ഡ് ഹിം വെരി വെരി മച്ച് ഈവൻ ദോ ഹി വാസ് ബോൺ വിത്തൗട്ട് ഐസ്. കണ്ണുകളില്ലാതെ ജനിച്ചിട്ടും തന്റെ മാതാപിതാക്കൾ തന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നതിനാൽ അവർ ഏറ്റവും ധനികരായിരുന്നുവെന്ന് ശ്രീകാന്ത് പറയുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ശ്രീകാന്ത്സ് ഫാദർ ബിലീവ് ദാറ്റ് എഡ്യൂക്കേഷൻ വുഡ് ബി ഹിസ് പാത്ത്? വിദ്യാഭ്യാസമാണ് അയാളുടെ അല്ലെങ്കിൽ അവന്റെ വഴിയെന്ന് ശ്രീകാന്തിന്റെ അച്ഛൻ വിശ്വസിച്ചത് എന്തുകൊണ്ടായിരുന്നു? ശ്രീകാന്ത്'s dad saw that he couldn't help much on the farm, so he thought school would be the best way for Srikanth to have a good future. ശ്രീകാന്തിന് ഫാമില് അല്ലെങ്കിൽ പാടത്ത് കാര്യമായൊന്നും സഹായിക്കാൻ കഴിയില്ലെന്ന് അവന്റെ അച്ഛൻ കണ്ടു, മനസ്സിലാക്കി. അതുകൊണ്ട് ശ്രീകാന്തിന് നല്ലൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല മാർഗമെന്ന് അദ്ദേഹം വിചാരിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഡിഡ് ശ്രീകാന്ത് എക്സെൽ ആസ് എ സ്റ്റുഡന്റ് അറ്റ് ദി സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്? ഹൈദരാബാദിലെ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കെ ശ്രീകാന്ത് എങ്ങനെയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്? എന്താണ് അതിന്റെ ഉത്തരം? അറ്റ് ദി സ്പെഷ്യൽ സ്കൂൾ ശ്രീകാന്ത് became a super good student, got top grades and played chess and cricket for India. സ്പെഷ്യൽ സ്കൂളിൽ ശ്രീകാന്ത് ഒരു സൂപ്പർ ഗുഡ് സ്റ്റുഡന്റ് ആയിട്ട് മാറി, എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റ് ആയിട്ട് മാറി, ഉയർന്ന ഗ്രേഡുകൾ നേടി, ഇന്ത്യക്ക് വേണ്ടി ചെസ്സും ക്രിക്കറ്റും അദ്ദേഹം കളിച്ചു. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചെയ്തത് ഹൈദരാബാദിലെ സ്കൂളിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡി ക്വസ്റ്റ്യൻ, ശ്രീകാന്ത് സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് വിഷ്വലി ഇംപയർഡ് ബട്ട് വിഷ്വലി ചലഞ്ചഡ്. വൈ? ശ്രീകാന്ത് പറയുന്നത് താൻ കാഴ്ച വൈകല്യമുള്ളവൻ അല്ല, മറിച്ച് കാഴ്ച വെല്ലുവിളി നേരിടുന്നവനാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? എന്താണ് ഉത്തരം? ഹി സേസ് വിഷ്വലി ചലഞ്ചഡ് ബിക്കോസ് ഈവൻ ദോ ഹി കാൻ സീ ഹി ബിലീവ്സ് ഹി ക്യാൻ ഡു എനിത്തിങ്. People who said he was impaired made it hard for him to follow his dreams. കാഴ്ചയില്ലാത്തവനാണെങ്കിലും തനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതിനാലാണ് അദ്ദേഹം കാഴ്ചയിൽ വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് പറയുന്നത്. വൈകല്യമുള്ളയാൾ എന്ന് പറഞ്ഞ് ആളുകൾ അദ്ദേഹത്തെ സ്വപ്നം പിന്തുടരുന്നത് ബുദ്ധിമുട്ടാക്കി. അപ്പോൾ വൈകല്യമുള്ളയാൾ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നം പിന്തുടരുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഡിഡ് ശ്രീകാന്ത് ഓവർകം ദ ഓബ്സ്റ്റക്കിൾസ് ഇൻ പെർസ്യൂയിങ് ഹിസ് സ്റ്റഡീസ് ഇൻ സയൻസ്? ശാസ്ത്ര പഠനത്തിലെ തടസ്സങ്ങളെ ശ്രീകാന്ത് എങ്ങനെ മറികടന്നു? എന്താണ് അതിന്റെ ഉത്തരം? When he wasn't allowed to study science, Srikanth fought for his right in court. He won, and with the help from a teacher who read his books to him, he got amazing grades. ശാസ്ത്രം പഠിക്കാൻ അനുവാദം ലഭിക്കാതിരുന്നപ്പോൾ ശ്രീകാന്ത് കോടതിയിൽ തന്റെ അവകാശത്തിനായിട്ട് പോരാടി. അദ്ദേഹം വിജയിച്ചു. തന്റെ പുസ്തകങ്ങൾ വായിച്ചു തന്ന ഒരു ടീച്ചറുടെ സഹായത്തോടെ അദ്ദേഹത്തിന് അതിശയകരമായ ഗ്രേഡുകൾ ലഭിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം സയൻസിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. What do you understand about the attitude of the society to disabled individuals when Bella was a student in school? How did he help to change the situation? ബെല്ല സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അംഗവൈകല്യമുള്ള വ്യക്തികളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സാഹചര്യം മാറ്റാൻ അദ്ദേഹം എങ്ങനെ സഹായിച്ചു? എന്താണ് അതിന്റെ ഉത്തരം? When Srikanth was little, some people thought he was a problem because he couldn't see, and he felt very alone at school. Later, they tried to stop him from studying science. ശ്രീകാന്ത് ചെറുതായിരുന്നപ്പോൾ കാഴ്ചയില്ലാത്തതിനാൽ ചിലർ അദ്ദേഹത്തെ പ്രശ്നമായിട്ട് കരുതി. സ്കൂളിൽ അദ്ദേഹം വളരെ ഒറ്റപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് തോന്നി. പിന്നീട് അവർ അദ്ദേഹത്തെ ശാസ്ത്രം പഠിക്കുന്നതിൽ നിന്നും തടയാൻ ശ്രമിച്ചു. അപ്പൊ അതിനെ അദ്ദേഹം മാറ്റാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? He changed this by showing everyone he was smart and could do great things like getting high marks in school. താൻ മിടുക്കനാണെന്നും സ്കൂളിൽ ഉയർന്ന മാർക്ക് നേടുന്നത് പോലെയുള്ള മികച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും എല്ലാവരെയും അദ്ദേഹം കാണിച്ചു കൊടുത്തു. രണ്ടാമത് എന്താ? സ്റ്റാർട്ടിങ് എ കമ്പനി ടു ഹെൽപ്പ് അതർ ഡിസേബിൾഡ് പീപ്പിൾ ഫൈൻഡ് ജോബ്സ് ആൻഡ് ബി എ പാർട്ട് ഓഫ് സൊസൈറ്റി. മറ്റു വികലാംഗർക്ക് ജോലി കണ്ടെത്താനും സമൂഹത്തിന്റെ ഭാഗമാകാനും സഹായിക്കുന്നതിന് ഒരു കമ്പനി അദ്ദേഹം ആരംഭിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ജി ആണ്. Why did Srikanth return to India instead of pursuing opportunities in the corporate sector in the USA?
അമേരിക്കയിലെ കോർപ്പറേറ്റ് മേഖലയിൽ അവസരങ്ങൾ തേടുന്നതിന് പകരം ശ്രീകാന്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ ഉത്തരം? ശ്രീകാന്ത് കെയിം ബാക്ക് ടു ഇന്ത്യ ബിക്കോസ് ഹി വാണ്ടഡ് ടു ഫിക്സ് ദി പ്രോബ്ലംസ് ഹി ഫേസ്ഡ് ആൻഡ് ഹെൽപ്പ് അതർ ഡിസേബിൾഡ് പീപ്പിൾ ഹാവ് ബെറ്റർ ലൈഫ്സ് ആൻഡ് ജോബ്സ്. താൻ നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റു വികലാംഗർക്ക് അല്ലെങ്കിൽ മറ്റു വെല്ലുവിളി നേരിടുന്ന ആൾക്കാർക്ക് മെച്ചപ്പെട്ട ജീവിതവും ജോലിയും ലഭിക്കാൻ സഹായിക്കാനുമാണ് ശ്രീകാന്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, എച്ച് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു തിങ്ക് ദി വേർഡ് റീഇന്റഗ്രേറ്റ് മീൻസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? ഈ സന്ദർഭത്തിൽ പുനഃസംയോജനം അല്ലെങ്കിൽ റീഇന്റഗ്രേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്താണ് അതിന് ഉത്തരം? റീഇന്റഗ്രേറ്റ് മീൻസ് ഹെൽപ്പിംഗ് ഡിസേബിൾഡ് പീപ്പിൾ ബിക്കം എ ഫുൾ ആൻഡ് ആക്റ്റീവ് പാർട്ട് ഓഫ് സൊസൈറ്റി അഗെയിൻ, നോട്ട് ലെഫ്റ്റ് ഔട്ട് ഓർ സെപ്പറേറ്റഡ്. പുനഃസംയോജനം അല്ലെങ്കിൽ റീഇന്റഗ്രേറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വികലാംഗരെ അല്ലെങ്കിൽ വെല്ലുവിളി നേരിടുന്ന ആൾക്കാരെ സമൂഹത്തിന്റെ പൂർണ്ണവും സജീവവുമായ ഭാഗമാക്കി മാറ്റാൻ സഹായിക്കുക എന്നതാണ്. ഒഴിവാക്കാതെ അവരെ എന്ത് ചെയ്യണം? വേർപ്പെടുത്താതെ കൂട്ടത്തിൽ ചേർക്കണം എന്നുള്ളതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലെറ്റ്സ് റീവൈൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത്. അതിൽ ആദ്യ ചോദ്യം, വാട്ട് വർ ദി ചലഞ്ചസ് ശ്രീകാന്ത് ഫേസ്ഡ് ഇൻ ഹിസ് എഡ്യൂക്കേഷൻ ആൻഡ് ഹൗ ഡിഡ് ഹി ഓവർകം ദം? ശ്രീകാന്ത് തന്റെ വിദ്യാഭ്യാസത്തിൽ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം അവയെ എങ്ങനെ മറികടന്നു? എന്താണ് ഉത്തരം? ശ്രീകാന്ത് ഫേസ്ഡ് challenges like feeling lonely and left out at his first school. Also, people told him he couldn't study science because he couldn't see. He fixed this by moving to a special school where he did very well. Then he fought the government in court to study science and got super high marks. When Indian schools didn't want him, he got into famous colleges in America instead. ആദ്യ സ്കൂളിൽ തന്നെ ഏകാന്തത അനുഭവപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തതുപോലുള്ള വെല്ലുവിളികൾ ശ്രീകാന്ത് നേരിട്ടു. കാഴ്ചശക്തി കുറവായതിനാൽ ശാസ്ത്രം പഠിക്കാൻ കഴിയില്ലെന്ന് ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു പ്രത്യേക സ്കൂളിലേക്ക് മാറി അദ്ദേഹം അത് പരിഹരിച്ചു. അവിടെ അദ്ദേഹം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് ശാസ്ത്രം പഠിക്കാൻ സർക്കാരിനെതിരെ കോടതിയിൽ പോരാടി ഉയർന്ന മാർക്ക് നേടി. ഇന്ത്യൻ സ്കൂളുകൾക്ക് അദ്ദേഹത്തെ വേണ്ടാത്തപ്പോൾ അദ്ദേഹം അമേരിക്കയിലെ പ്രശസ്തമായ കോളേജുകളിൽ ചേർന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് മോട്ടിവേറ്റഡ് ശ്രീകാന്ത് ടു റിട്ടേൺ ഇന്ത്യ? വാട്ട് ഡിഡ് ഹി ഡു ഓൺ ഹിസ് റിട്ടേൺ? ഇന്ത്യയിലേക്ക് മടങ്ങാൻ ശ്രീകാന്തിനെ പ്രേരിപ്പിച്ചത് എന്താണ്? തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എന്താണ് ഉത്തരം? ശ്രീകാന്ത് കെയിം ബാക്ക് ടു ഇന്ത്യ ബിക്കോസ് ഹി വാണ്ടഡ് ടു ഹെൽപ്പ് സോൾവ് പ്രോബ്ലംസ് ഫോർ ഡിസേബിൾഡ് പീപ്പിൾ, like kids being left out at school or people not getting jobs. When he returned, he started a company called Bolan Industries to help disabled people find jobs and be a part of society. His company now hires many disabled people and helps thousands of students. സ്കൂളിൽ ഉപേക്ഷിക്കപ്പെടുന്നതും അതുപോലെ ജോലി ലഭിക്കാത്തതുപോലുള്ള വികലാംഗരുടെ അല്ലെങ്കിൽ വെല്ലുവിളി നേരിടുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ പരിമിതിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബോലൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനി അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ കമ്പനി നിരവധി വെല്ലുവിളി നേരിടുന്ന ആൾക്കാരെ നിയമിക്കുകയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അല്ലെ. ഇനി ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് 3 ആക്ടിവിറ്റീസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പാഠത്തിൽ പഠിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ശ്രീകാന്ത് ബൊല്ല ഈസ് an entrepreneur and a pillar of support money. You would like to interview him to know more about his journey to success. Prepare a set of questions to interview him. ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന ആള് ഒരു സംരംഭകനാണ്, പലർക്കും ഒരു താങ്ങും തണലുമാണ് അല്ലെ. നമുക്കറിയാം. വിജയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ അദ്ദേഹത്തെ അഭിമുഖം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ അഭിമുഖം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാണ് ശ്രീകാന്ത് ബൊല്ലെ, അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ. അപ്പൊ താഴെ കുറച്ച് ക്യൂസ് കൊടുത്തിട്ടുണ്ട്. ആ ക്യൂസിനനുസരിച്ച് വേണം നമ്മൾ ചോദ്യം ഉണ്ടാക്കാം. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എബൌട്ട് ഹിം പേഴ്സണൽ ലൈഫ്. ആദ്യം അയാളുടെ പേഴ്സണൽ ലൈഫുമായിട്ടുള്ള ചോദ്യങ്ങൾ 2 കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? വാട്ട് മെയ്ഡ് യുവർ പേരൻസ് ദ റിച്ചസ്റ്റ് ഇൻ ദി വേൾഡ് ഫോർ യു? നിങ്ങളുടെ മാതാപിതാക്കളെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരാക്കിയത് എന്താണ്? അദ്ദേഹം പറയുന്നുണ്ടല്ലേ, റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദി വേൾഡ് എന്ന് അദ്ദേഹം പാരന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ? ഹൗ ഡിഡ് യു ഫീൽ വെൻ യു വർ സിറ്റിംഗ് അലോൺ ഇൻ ദി സ്കൂൾ? സ്കൂളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അയാൾ ഒറ്റപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞതാണ്. ആ സമയത്ത് അയാളുടെ അനുഭവം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി അബൌട്ട് ഹിസ് വർക്ക്, പ്രൊഫഷണൽ ലൈഫ്, അയാളുടെ ജോലി സംബന്ധമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അവിടെ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. വൈ ഡിഡ് യു ഡിസൈഡ് ടു സ്റ്റാർട്ട് യുവർ ഓൺ കമ്പനി ബൊളൻ ഇൻഡസ്ട്രീസ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ബൊളൻ ഇൻഡസ്ട്രീസ് എന്ന സ്വന്തം കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ ചോദ്യം എന്താ? ഹൗ ഡസ് യുവർ കമ്പനി ഹെൽപ്പ് പീപ്പിൾ ഹു ആർ ഡിസേബിൾഡ്? വൈകല്യമുള്ളവരെ അല്ലെങ്കിൽ പരിമിതിയുള്ളവരെ നിങ്ങളുടെ കമ്പനി എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അടുത്ത സെക്ഷൻ, അബൌട്ട് ഹാർഡ് ടൈംസ്, ചലഞ്ചസ്.
അദ്ദേഹം നേരിട്ട വെല്ലുവിളിയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? വെൻ ഗ്രോൺ അപ്പ് said you couldn't study science, how did you stay strong? മുതിർന്നവർ നിങ്ങൾക്ക് ശാസ്ത്രം പഠിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമായി നിൽക്കാൻ കഴിഞ്ഞു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാസ് ഇറ്റ് സ്കേറി ടു ഗോ ടു സ്കൂൾ അഗെയിൻസ്റ്റ് ദി ഗവൺമെന്റ്? വാസ് ഇറ്റ് സ്കേറി ടു ഗോ ടു കോർട്ട് അഗെയിൻസ്റ്റ് ദി ഗവൺമെന്റ്? സർക്കാരിനെതിരെ കോടതിയിൽ പോകാൻ ഭയമായിരുന്നു നിങ്ങൾക്ക്? അടുത്തത്, അബൌട്ട് ഹെൽപ്പേഴ്സ്, മെന്റേഴ്സ് ആൻഡ് ഗൈഡ്സ്. അദ്ദേഹത്തെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലെ, മെന്റേഴ്സും ഗൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവരെ കുറിച്ചുള്ള ചോദ്യമാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? യു ഹാഡ് എ ടീച്ചർ ഹു ഹെൽപ്ഡ് യു വിത്ത് ബുക്സ്, വാസ് ദാറ്റ് എ ബിഗ് ഹെൽപ്പ്? പുസ്തകങ്ങളിൽ നിങ്ങളെ സഹായിച്ച ഒരു ടീച്ചർ നിങ്ങൾക്കുണ്ടായിരുന്നു, അതൊരു വലിയ സഹായമായിരുന്നു. നമുക്ക് ചോദിക്കാം. അടുത്ത ചോദ്യം, ഡിഡ് എനിവൺ എൽസ് ഹെൽപ്പ് യു അലോങ് ദി വേ? മുന്നോട്ടുള്ള വഴിയിൽ മറ്റാരെങ്കിലും നിങ്ങളെ സഹായിച്ചു? അതായത് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അല്ലെ, ആ മുന്നോട്ടുള്ള വഴിയിൽ ഇവരല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളെ സഹായിച്ചിരുന്നു? നമുക്ക് ചോദിക്കാം. ഇനി അബൌട്ട് ബിഗ് വിൻസ്, അച്ചീവ്മെന്റ്സ് ആൻഡ് അവാർഡ്സ്. അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്, അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ? ഹൗ ഡിഡ് ഇറ്റ് ഫീൽ ടു ബി ദ വെരി ഫസ്റ്റ് ബ്ലൈൻഡ് സ്റ്റുഡന്റ് ഫ്രം അനദർ കൺട്രി അറ്റ് MIT? MIT-യിൽ മറ്റൊരു രാജ്യത്തു നിന്നുള്ള ആദ്യത്തെ അന്ധവിദ്യാർത്ഥിയായപ്പോൾ എങ്ങനെ തോന്നി, അല്ലെങ്കിൽ ആ അനുഭവം എന്തായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യു വർ ഫീച്ചേർഡ് ഓൺ സ്പെഷ്യൽ ലിസ്റ്റ് കോൾഡ് 30 under 30. വാട്ട് വാസ് ദറ്റ് എക്സ്പീരിയൻസ് ലൈക്ക്? ആദ്യ അല്ലെങ്കിൽ 30-ന് താഴെയുള്ള 30 പേർ എന്നുള്ള പ്രത്യേക പട്ടികയിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ അനുഭവം എങ്ങനെയായിരുന്നു? ഇനി അടുത്തത് ഡോക്ടർ കലാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അദ്ദേഹം ഡോക്ടർ കലാം നമ്മുടെ മുൻ രാഷ്ട്രപതിയുമായിട്ടൊപ്പം ജോലി ചെയ്ത അനുഭവം ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ടു വർക്ക് വിത്ത് ഡോക്ടർ കലാം, ദ ഫോമർ പ്രസിഡന്റ്? മുൻ രാഷ്ട്രപതി ഡോക്ടർ കലാമിനൊപ്പം പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് ഹി ടീച്ച് യു എനിത്തിങ് ഇമ്പോർട്ടന്റ്? അദ്ദേഹം പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചോ അല്ലെ? ഇനി അബൌട്ട് ബീങ് ബോസ്, ഒരു ബോസ്, ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ബോസ് ആവുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അടുത്ത് ചോദിക്കുന്നത്. വൈ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ഓൺ കമ്പനി ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ് ഫോർ സംവൺ എൽസ്? എന്തിനാണ് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിന് പകരം സ്വന്തമായി ഒരു കമ്പനി തുടങ്ങിയത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ടു ബി ദ ബോസ് ഓഫ് സോ മെനി പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്? ഇത്രയധികം വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ തലവനാകുമ്പോഴുള്ള അനുഭവം ഒന്ന് പറയാമോ എന്നുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം. ഇനി അബൌട്ട് മെസ്സേജസ് ഫോർ അസ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും മെസ്സേജ് നൽകാമോ എന്നുള്ള ചോദ്യം. അതിൽപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാ ചോദിക്കുക? യു സെഡ് വി ഷുഡ് ഹെൽപ്പ് അതേഴ്സ് ആൻഡ് നോട്ട് ലെറ്റ് പീപ്പിൾ ഫീൽ ലോൺലി. വൈ ഈസ് ദാറ്റ് ഇമ്പോർട്ടന്റ്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്നും ആളുകളെ ഏകാന്തത അനുഭവിക്കാൻ അനുവദിക്കരുതെന്നും നിങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് പ്രധാനമായിരിക്കുന്നത്? നമുക്ക് ചോദിക്കാം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് യുവർ ബെസ്റ്റ് അഡ്വൈസ് ഫോർ കിഡ്സ് ഹു ഹാവ് ബിഗ് ഡ്രീംസ്? വലിയ സ്വപ്നങ്ങൾ കാണുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ ഏറ്റവും നല്ല ഉപദേശം എന്താണ്? ഇനി അടുത്തത് എന്താണ്? അബൌട്ട് ഹെൽപ്പിംഗ് സൊസൈറ്റി, നമ്മുടെ സമൂഹത്തെ സഹായിക്കാനുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ് അല്ലെ. നോക്കാം. ഹൗ ഡസ് യുവർ കമ്പനി ഹെൽപ്പ് മേക്ക് ദി വേൾഡ് എ ബെറ്റർ പ്ലേസ് ഫോർ എവരി വൺ? എല്ലാവർക്കുമായി ഈ ലോകത്തെ മികച്ച സ്ഥലമാക്കി മാറ്റാൻ നിങ്ങളുടെ കമ്പനി എങ്ങനെ സഹായിക്കുന്നു? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രീകാന്ത് ബൊല്ലയോട് ഇന്റർവ്യൂവിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓരോ സെക്ഷനായിട്ട് തന്നിട്ടുണ്ട്. ഓരോന്നിലും 2 ക്വസ്റ്റ്യൻ വീതം നമുക്ക് സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. എന്താണ് ചോദ്യം? ശ്രീകാന്ത് ബൊല്ല established an enterprise to create opportunities for the differently abled. He is now the CEO of the $1 million company that manufactures eco-friendly packing materials. Based on your reading of Breaking Barrier, I Will Fly, prepare an article on the achievement of Srikanth Bolla and publish it in your class magazine. നിങ്ങളുടെ ക്ലാസ് മാഗസീനിൽ പബ്ലിഷ് ചെയ്യാനുള്ള ശ്രീകാന്ത് ബൊല്ലയെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ, അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ ചെറിയൊരു സാമ്പിൾ തന്നിട്ടുണ്ട്. ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ശ്രീകാന്ത് എ സൂപ്പർ ഹീറോ ഹു കാൻ സി. കണ്ണു കാണാൻ കഴിയാത്ത ഒരു സൂപ്പർ ഹീറോ ആണ് ശ്രീകാന്ത് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആളുടെ പേര് അലക്സ് ജോൺ എന്ന് താൽക്കാലികമായിട്ടൊരു സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഇമാജിനറി നെയിം ആണ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആർട്ടിക്കിള്? Hello everyone, let's meet Srikanth Bolla, a very special person born without eyes, who proves we can achieve any dream. Through some thought he couldn't do much, his parents' great laugh made him feel richest. School was tough at first, feeling lonely, but a special school helped him become super smart, even playing chess and cricket for India. When told he couldn't study science, Srikanth fought for his right and won, scoring amazing marks with the teachers' help. Indian colleges didn't want him, but famous American colleges like MIT did, making him their first blind international student. After college, Srikanth returned to India. He wanted to help other disabled people avoid loneliness and find jobs. So he started Bolan Industries, making eco-friendly products and hiring over 150 disabled people, helping thousands find work and go to school.
Srikanth teaches us to be kind and help others, showing that happiness comes from making others happy. He inspires us all to be kind, brave and full of big dreams. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അയാളെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളായിട്ട് നമ്മുടെ മാഗസിനിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അതിനനുസരിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിലെ ഏറ്റവും അവസാനത്തെ ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ തയ്യാറാക്കാനുള്ളതാണ്. അവസാനത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. You plan to invite Srikanth Bolla as the chief guest for a function at your school on the International Day of Persons with Disability, 3rd December. Prepare an event invitation for program giving the necessary details. ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ, ഒരു പരിപാടിയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ തയ്യാറാക്കാനാണ്. അപ്പൊ എന്താണ്? December 3 ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ്. അന്ന് നിങ്ങൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് ആരെ ക്ഷണിക്കുന്നു? ശ്രീകാന്ത് ബൊല്ലയെ ക്ഷണിക്കുന്നു. ആ പരിപാടിയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ തയ്യാറാക്കാനാണ്. അതിന്റെ ഒരു മോഡൽ അവിടെ തന്നിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഫോർമാറ്റ് ഉണ്ട്, അതിനനുസരിച്ചൊരു മോഡൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ നമുക്ക് നോക്കാം. അവിടെ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ബ്രൈറ്റ് ഹൊറിസോൺസ് സ്കൂൾ, സ്കൂളിന്റെ പേര്, അഡ്രസ് അവിടെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ക്ലബ്ബ്, ഈ നോട്ടീസ് അല്ലെങ്കിൽ ഇവന്റ് ഇൻവിറ്റേഷൻ പുറത്തിറക്കുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബാണ്. അതിന് താഴെ പ്രോഗ്രാമിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. എങ്ങനെയാണ് ഇനി അയാളെ അഭിസംബോധന ചെയ്യുന്നത്? ഡിയർ സർ, on 3rd December 2025, we plan to celebrate the International Day of Persons with Disabilities with a general meeting followed by various programs by the disabled students of our school. The meeting will begin at 10 in the school auditorium. അപ്പൊ എന്നാണ് പരിപാടി, എപ്പോഴാണ് തുടങ്ങുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. The entire school community wants you to be the chief guest on the occasion. We know you are a very busy person, but we humbly request you to spare some time for us and accept our invitation to be our chief guest. There will be one more speaker on the occasion, that is Mr. John, the director of the Institute of Physically Challenged Persons, Delhi. Awards to the meritorious disabled students will be distributed during the meeting. We are sure that you will accept our invitation and grace the occasion. താഴെ ഇടത് ഭാഗത്തായിട്ട് ന്യൂഡൽഹി, അതുപോലെ തന്നെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നോട്ടീസ് ഇറക്കിയിട്ടുള്ള, നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളുടെ പേരും സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ജോൺ രാജീവ് പി ആണ് സെക്രട്ടറി, ഇംഗ്ലീഷ് ക്ലബ്ബ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഇവന്റ് ഇൻവിറ്റേഷൻ തയ്യാറാക്കുന്നത്.